PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്താണ്. അതായത് ഇന്ത്യയിൽ NEP അല്ലേ, പുത്തൻ സാമ്പത്തിക നയം 1991 വർഷം. അപ്പം അത് കൊണ്ടുവരാനിടയായ സാഹചര്യം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്തൊക്കെയാണ് എന്നതാണ് പറയുന്നത്. ആദ്യത്തേത്, രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, വിദേശ നാണ്യ വരുമാനം ഉപഭോഗാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു, കഷ്ടിച്ച് 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള വിദേശ നാണ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൾഫ് യുദ്ധം എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്? 1980 മുതലാണ് ഗൾഫ് യുദ്ധം. പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്, ഇതെല്ലാമാണ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം. എന്തൊക്കെയാണ്? രാജ്യത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത കുറവ്, വിദേശ നാണ്യ വരുമാനം ഉപഭോഗ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി, വിദേശ നാണയ കരുതൽ ശേഖരം കുറഞ്ഞു, കഷ്ടിച്ച് 2 ആഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള വിദേശ നാണ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൾഫ് യുദ്ധം, സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം, അത്യാവശ്യ വസ്തുക്കളുടെ വില വർധനവ്. ഇപ്പം ഇത്രയും പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ലോക ബാങ്കിന്റെ കയ്യിൽ നിന്നും അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു? കടം വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു? $7 ബില്യൺ ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചു? ലോക ബാങ്ക്, അതുപോലെ IMF, അന്താരാഷ്ട്ര നാണയനിധി എന്നീ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ച് കടമെടുക്കുകയാണ് ചെയ്യുന്നത്. ചുമ്മാ കടമെടുക്കുകയാണോ? അല്ല, ചില ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ്, ചില കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ IMF പറയുക എന്താണ്? അതായത് കടമൊക്കെ തരാം, പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചില കണ്ടീഷൻസിലൂടെ, ചില ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് IMFും ലോക ബാങ്കും ഒക്കെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഫണ്ടൊക്കെ അനുവദിച്ചു. വ്യാപാരത്തിനുമേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക. അപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയായിരുന്നു ആ കണ്ടീഷൻസ്? IMFും ലോക ബാങ്കും കടം കൊടുക്കുവാനായിട്ട് വെച്ച ഉപാധികൾ, കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക. ഓക്കെ, ലിബറലൈസ് ചെയ്യുക. എക്കണോമിയെ എന്ത് ചെയ്യുക? ലിബറലൈസ് ചെയ്യുക. വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക.
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുകയും ഉദാരവൽക്കരിക്കുകയും ചെയ്യുക, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഉപാധികൾ. അപ്പൊ ഈ ഉപാധികളിന്മേലാണ് IMFും ലോകബാങ്കും എന്ത് ചെയ്തത്? ഇന്ത്യക്ക് കടം കൊടുത്തത്. ഓക്കെ, അപ്പോൾ വ്യാപാരത്തിന്മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയുക, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തുറന്നു കൊടുക്കുക, ഉദാരവൽക്കരിക്കുക എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ഉപാധികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണ് എന്ത് വരുന്നത്? നൂതന സാമ്പത്തിക നയം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം വരുന്നത്. അപ്പൊ ഈ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്കതിനെ തിരിക്കാം. അപ്പൊ 1991 മുതൽ ഇന്ത്യ വ്യാപകമായിട്ടുള്ള തോതിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പൊ ഇതിന് രണ്ട് ഭാഗങ്ങളാണ് ഈ ഒരു പരിപാടിക്ക് ഉള്ളത്. നൂതന സാമ്പത്തിക നയത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് സുസ്ഥിരവൽക്കരണ നടപടികൾ അഥവാ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയും. രണ്ട് ഘടനാപരമായ നീക്കുപോക്കുകൾ അഥവാ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഇതെന്താന്ന് അറിയണ്ടേ? അപ്പൊ സുസ്ഥിരവൽക്കരണ നടപടികൾ അല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൊല്യൂഷൻ, നമ്മൾ ഒരു പ്രശ്നത്തിന് നമ്മൾ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് നമ്മളൊരു സൊല്യൂഷൻ കാണും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ആലോചിച്ച് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കാണും, അല്ലെ? അങ്ങനെ രണ്ട് രീതിയിൽ നമുക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാൻ പറ്റും. പെട്ടെന്ന് അടിയന്തരമായിട്ട്, അല്ലെ, പെട്ടെന്നൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും ടെമ്പററി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കാണും. അങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടെത്തുന്ന ആ ഒരു ഷോർട്ട് ടേമിലേക്കുള്ള പരിഹാരത്തെയാണ് എന്തെന്ന് പറയുന്നത്? സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് പറയുന്നത്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഹ്രസ്വകാലമാണ്, കുറച്ചു കാലത്തേക്കാണ്, നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പൊ അത് ഹ്രസ്വകാല നടപടികളാണ് എന്നത്, ഷോർട്ട് ടേം നടപടികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഈ സുസ്ഥിരവൽക്കരണ നടപടികൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പണപ്പെരുപ്പം തടയുന്നു. ഓക്കെ, പണപ്പെരുപ്പം തടയുന്നു, അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുക. ഇതൊക്കെയാണ് ഈ സുസ്ഥിരവൽക്കരണ നടപടികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പണപ്പെരുപ്പം തടയുക, ഡിവാലുവേഷൻ ഓഫ് റുപ്പി, അതുപോലെ പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്, റിഡക്ഷൻ ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഇങ്ങനെയെല്ലാം ഇതൊക്കെയാണ് എന്തിന്റെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. ഡിവാലുവേഷൻ ഓഫ് റുപ്പീസ്, പൈസയുടെ മൂല്യം കുറയ്ക്കുക. പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ്, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. റിഡക്ഷൻ ഓഫ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ചിലവുകൾ കുറയ്ക്കുക. ഇതൊക്കെയാണ് എന്തിന്റെ? സുസ്ഥിരവൽക്കരണ നടപടികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ. പണപ്പെരുപ്പം തടയുകയും അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? രണ്ട് ഭാഗങ്ങളിൽ അടുത്തത് ഘടനാപരമായ നീക്കുപോക്കുകളാണ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം ആണ്. അതായത് ഇതെന്ന് പറയുന്നത് ലോങ് ടേം ആണ്, ദീർഘകാല പരിപാടികളാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ദീർഘകാല പരിപാടികളാണ് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇതിനു വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വിവിധ നയങ്ങളുണ്ട്. അതെന്തൊക്കെയാ? ഹ്രസ്വകാല നടപടികളാണ്. സർക്കാർ ഇതിനായിട്ട് വിവിധ തരത്തിലുള്ള നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പണപ്പെരുപ്പം തടയുകയും അടവശിഷ്ട പ്രതിസന്ധി പരിഹരിക്കുകയുമാണ് ഈ നടപടികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള നയം, ഇൻഡസ്ട്രിയൽ പോളിസി, അതുപോലെ തന്നെ ട്രേഡ് പോളിസി, ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റമൊക്കെയാണ് ഘടനാപരമായ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വരുന്ന എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ പോളിസി, അതുപോലെ തന്നെ ട്രേഡ് പോളിസിയിൽ വന്ന മാറ്റം, ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിന്. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ, ഒന്ന് സുസ്ഥിരവൽക്കരണ നടപടികളും അടുത്തത് ഘടനാപരമായ നീക്കുപോക്കുകൾ, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമും ആണ് കേട്ടോ. അപ്പൊ ഇത് ഹ്രസ്വകാലമാണ്, ഇത് ദീർഘകാലമാണ് എന്നത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഉദാരവൽക്കരണം എന്നാൽ സമ്പദ് വ്യവസ്ഥയെ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക? സ്വതന്ത്രമാക്കുക. അതായത് ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ എടുത്തു മാറ്റുക. പുറം രാജ്യക്കാർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഫ്രീ ആയിട്ട്
ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഉദാരവൽക്കരണം എന്ന് പറയുക. അപ്പൊ എല്ലാ നിയന്ത്രണങ്ങളും മാറ്റുക എന്ന് മീൻസ് എന്താണ്, ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു മാറ്റുക എന്നുള്ളത്. പുറം രാജ്യക്കാർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ വന്ന് ഫ്രീ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ ഓരോ മേഖലയിലും കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പോൾ വ്യവസായ മേഖലയിൽ കൊണ്ടുവന്നത് എന്തൊക്കെയാണ്? ഒന്ന്, വ്യാവസായിക മേഖലയെ നിയന്ത്രണാതീതമാക്കി. നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, വ്യാവസായിക മേഖലയെ എന്ത് ചെയ്തു, നിയന്ത്രണാതീതമാക്കി. പിന്നെ വ്യാവസായിക ലൈസൻസിങ് നിർത്തലാക്കി. വ്യാവസായി ലൈസൻസിങ് നിർത്തലാക്കി, ഡീ ലൈസൻസിങ്. അതായത് ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിന് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ലൈസൻസ് വേണം. അപ്പൊ ആ ഒരു ലൈസൻസ് വേണം എന്നുള്ള ഒരു ഇതിനെ എടുത്തു മാറ്റിയിട്ട് ഇപ്പൊ ലൈസൻസ് വേണ്ട എന്നുള്ളതാക്കിയിട്ട് മാറ്റി. അപ്പോൾ വ്യാവസായി ലൈസൻസിങ് നിർത്തലാക്കി. പിന്നെ പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഓക്കെ, പൊതുമേഖലയ്ക്കായിട്ട് സംവരണം ചെയ്തിരുന്ന വ്യവസായങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഡീ റിസർവേഷൻ, അതായത് കുറച്ച് ഇൻഡസ്ട്രീസ് ഒക്കെ പബ്ലിക് സെക്ടറിന് മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റിന് മാത്രമേ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഡിഫൻസ്, റെയിൽവേ, അറ്റോമിക് എനർജി ഇതൊക്കെ ഒഴിച്ച് ഏത് ഇൻഡസ്ട്രി വേണമെങ്കിലും പ്രൈവറ്റ് സെക്ടർ ആക്കാം എന്നുള്ളൊരു നിലയിലേക്ക് മാറി. ഇപ്പോൾ ചിലത് മാത്രം നമുക്ക്, അതായത് ഇപ്പോൾ ഗവൺമെന്റിന് മാത്രമേ കൺട്രോൾ പാടുള്ളൂ എന്ന് പറയുന്ന കുറേയധികം ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഡിഫൻസ്, ഏതൊക്കെ ഒഴികെ, ഡിഫൻസ്, റെയിൽവേ, അറ്റോമിക് എനർജി. ഓക്കെ, ഡിഫൻസ്, റെയിൽവേ, അറ്റോമിക് എനർജി ഒഴിച്ച് ഏത് ഇൻഡസ്ട്രി വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രൈവറ്റ് സെക്ടർ ആക്കാം എന്നുള്ളൊരു റൂള് കൊണ്ടുവന്നു. അതുപോലെ അടുത്തതാണ് MRTP, ഫെറ എന്നിവ ഭേദഗതി വരുത്തി. എന്താണ് MRTP എന്ന് പറയുന്നത്? MRTP എന്ന് പറയുന്നത് ഒരു ആക്ട് ആണ്, മോണോപോളിസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് ആക്ട് കേട്ടോ. മോണോപോളിസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് ആക്ട് എന്നുള്ളതാണ് MRTP ആക്ടിന്റെ ഫുൾ ഫോം. ഫെറ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ് ഫെറ ആക്ട്. എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്നുള്ളതാണ് ഫെറ ആക്ട് എന്ന് പറയുന്നത്. അതായത് പുറം രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരികയും അവിടെ ട്രേഡ് ചെയ്യുന്നതിനെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ആക്ടാണ് ഈ ഫെറ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ MRTP ആക്ട്, ഫെറ ആക്ട് ഇതെല്ലാം എന്ത് ചെയ്തു, ഭേദഗതി വരുത്തി എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നിർത്തി. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അതിനെയൊക്കെ എന്ത് ചെയ്തു, ഡിസേർവ് ചെയ്തു. അതായത് പണ്ട് എന്താണ്, ചില ഗുഡ്സ് ഒക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാവൂ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചെറുകിട വ്യവസായങ്ങൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റി. ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് അങ്ങനെയുള്ള രീതിയിലൊന്നുമില്ല. ചെറുകിട വ്യവസായങ്ങൾക്കുള്ള സംവരണം നിർത്തി. ഓക്കെ, അപ്പൊ ഇത്രയാണ് വ്യാവസായിക മേഖലയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, ഉദാരവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങളാണ്. ഉദാരവൽക്കരണം കൊണ്ട് ധനകാര്യ മേഖലയിൽ ഉണ്ടായ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങുവാനുള്ള ലൈസൻസിങ് ഉദാരവൽക്കരിച്ചു. ലൈസൻസിങ് എന്ത് ചെയ്തു, ഉദാരവൽക്കരിച്ചു. അതായത് എവിടെ വേണമെങ്കിലും ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം, ബ്രാഞ്ചുകൾ തുടങ്ങാം, ലൈസൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ബാങ്കുകൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ബ്രാഞ്ചുകൾ തുടങ്ങാം, ലൈസൻസിന്റെ ആവശ്യമില്ല എന്നുള്ളതാക്കി മാറ്റി. അപ്പൊ ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള ലൈസൻസിങ് ഉദാരവൽക്കരിച്ചു. പിന്നെയോ ധനകാര്യ സ്ഥാപനങ്ങളുടെ മേൽ റിസർവ് ബാങ്കിനുള്ള നിയന്ത്രണങ്ങളിൽ കുറവ് വരുത്തി. അപ്പൊ RBIയുടെ റോൾ ഇവിടെ എന്ത് ചെയ്തു, കുറഞ്ഞു. RBIയുടെ റോള് കുറയുകയാണ് ചെയ്തത്. പിന്നെ വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. വിദേശ ബാങ്കുകളെയും പുതുമുറ ബാങ്കുകളെയും എന്ത് ചെയ്തു, അനുവദിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാനുള്ള അനുവാദം, അതായത് പുറം രാജ്യങ്ങളിൽ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ബാങ്കുകളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റും എന്നുള്ളൊരു രീതിക്കായി.
പിന്നെ CRR, SLR എന്നിവ കുറച്ചു. നമ്മൾ RBIനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ CRR ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്താണെന്നുള്ളതും പഠിച്ചു അല്ലെ. അപ്പോൾ CRRഉം SLRഉം കുറച്ചു എന്നുള്ള കാര്യം. പിന്നെ ഇൻഷുറൻസ് മേഖല എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. ഇൻഷുറൻസ് മേഖല എന്ത് ചെയ്തു? സ്വകാര്യവൽക്കരിച്ചു. അതുപോലെ മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. മൂലധന കമ്പോളം എന്ത് ചെയ്തു? ഉദാരവൽക്കരിച്ചു. അപ്പൊ ഇത്രയും മാറ്റങ്ങളാണ് എവിടെ കൊണ്ടുവന്നത്? ധനകാര്യ മേഖലയിൽ കൊണ്ടുവന്നത്. ബാങ്ക് ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള ലൈസൻസിംഗ് ഉദാരവൽക്കരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോള് കുറഞ്ഞു. വിദേശ ബാങ്കുകളെയും പുതുതലമുറ ബാങ്കുകളെയും അനുവദിച്ചു. CRRഉം SLRഉം കുറച്ചു. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിച്ചു. മൂലധന കമ്പോളം ഉദാരവൽക്കരിച്ചു. ഓക്കെ, ഇനി നികുതി പരിഷ്കാരങ്ങൾ. എന്തൊക്കെ നികുതി പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്? അതായത് ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി എന്നിവ കുറച്ചു. ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി ഇതെല്ലാം എന്ത് ചെയ്തു? കുറച്ചു. 2017 GST ആരംഭിച്ചു. അതാണ് നികുതി പരിഷ്കാരങ്ങളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. അടുത്തത് വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ. അപ്പോൾ വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു? സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു. അതായത് ഇന്ത്യൻ റുപ്പീസിന്റെ മൂല്യം കുറച്ചു. പിന്നെയോ സുസ്ഥിര വിനിമയ നിരക്കിന്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന് പകരം ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് നിലവിൽ വന്നു. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്തു? നിലവിൽ വന്നു. അപ്പൊ ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസിൽ വന്ന മാറ്റം. വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാ? സർക്കാർ രൂപയുടെ മൂല്യം കുറച്ചു. പിന്നെ ഫ്ലെക്സിബിൾ വിനിമയ നിരക്ക് അല്ലെ, ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് നിലവിൽ വന്നു എന്നുള്ളത്. ഇനി അടുത്തത് വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അതായത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റീഫോംസ്. എന്താണ്? ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റീഫോംസ്. ഇവിടെ വന്നത് ഇറക്കുമതിയുടെ പരിമാണാത്മക അളവ്, അതായത് ക്വാട്ട നിയന്ത്രണം എടുത്തു കളഞ്ഞു. ക്വാട്ട എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞു. അതായത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പൊ എന്താണ് ക്വാട്ട എന്ന് പറയുന്നത്? അതായത് ഇത്ര എണ്ണമേ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്തു കളഞ്ഞു. പിന്നെയോ ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. ഇറക്കുമതി എന്ത് ചെയ്തു? ഉദാരവൽക്കരിച്ചു. കയറ്റുമതി നികുതി നിർത്തലാക്കി. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. കയറ്റുമതി നികുതി നിർത്തലാക്കി. പിന്നെ താരിഫ് നിരക്ക് കുറച്ചു. താരിഫ് റേറ്റ് എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു, കുറച്ചു. താരിഫ് റേറ്റ് കുറച്ചു. ഇറക്കുമതി ഉദാരവൽക്കരിച്ചു എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയോ ആണ് നമുക്ക് എന്താ ഉദാരവൽക്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. വ്യാവസായിക മേഖലയിൽ എന്തൊക്കെ പറ്റി, ധനകാര്യ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, നികുതിയിൽ എന്തൊക്കെയാണ്, വിദേശ വിനിമയ കമ്പോള പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഇത്രയും കിട്ടിയല്ലോ. ഇനി സ്വകാര്യവൽക്കരണം. അടുത്തതാണ് സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. സ്വകാര്യവൽക്കരണം അഥവാ പ്രൈവറ്റൈസേഷൻ. അപ്പൊ എന്താണ് ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാം പ്രൈവറ്റ് ആക്കുക. അതായത് സർക്കാർ വക സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത ആർക്ക് കൊടുക്കുക? സ്വകാര്യ കമ്പനികൾക്ക് നൽകുക. അതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വകാര്യവൽക്കരണം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? 2 രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്ന് സർക്കാർ എന്ത് ചെയ്യുക? പിൻവലിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ നിന്നും സർക്കാർ പിൻവലിക്കുക എന്നുള്ളത്. രണ്ടാമത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഈ 2 രീതിയിലാണ് സ്വകാര്യവൽക്കരണം നടക്കുന്നത്. ഒന്നുകിൽ എന്ത് ചെയ്യുക? സർക്കാർ അവരുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ഉണ്ടാവുമല്ലോ സർക്കാർ, അപ്പൊ അത് അവർ പിൻവലിച്ച് അത് സ്വകാര്യ മേഖലയിലോട്ടാക്കുക. ഇല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലാവാനായിട്ടൊരു കാര്യം പറയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പൊ ഒരു 100 കോടിയുള്ള ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ നമ്മളിങ്ങനെ 10 ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. ഈ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോന്നിനും എന്താണ്? ഓരോ ഷെയർ കിട്ടും അല്ലെ. അപ്പൊ അത് എങ്ങനെയുള്ള ഷെയർ ആയിരിക്കും? ഒരുപോലെ ഇക്വിറ്റി ഷെയർ ആയിരിക്കും ഉണ്ടായിരിക്കാം.
അപ്പൊ അതില് ഒരു 2 ഭാഗം, ഇപ്പൊ 2 ഭാഗം എന്ന് പറയുമ്പോൾ ഒരു 20 കോടിയാണെന്ന് വിചാരിക്കാം. 20 കോടിയാണ് 2 ഭാഗം. അപ്പൊ അത് എന്ത് ചെയ്യുക, പ്രൈവറ്റ് സെക്ടറിലോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈവറ്റ് സെക്ടറിലോട്ട് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഇതിനെ സ്വകാര്യവൽക്കരിക്കുന്നത്. അപ്പൊ അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ പബ്ലിക് സെക്ടർ സ്ഥാപനത്തിന് ഇപ്പൊ 100 കോടി ആസ്തി ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്തു, 10 ഈക്വൽ ഷെയറുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ 2 ഭാഗം പ്രൈവറ്റ് സെക്ടറിലോട്ട് മാറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ മലയാളം വേർഡാണ് നിക്ഷേപമോചനം എന്ന് പറയുന്നത്. നിക്ഷേപമോചനം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. ഓക്കെ, ഇംപ്രൂവ് ചെയ്യുക. എന്തിന്? എഫിഷ്യൻസി, പബ്ലിക് സെക്ടറിന്റെ എഫിഷ്യൻസി കൂട്ടുക. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കുവാനുള്ള കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. FDI പ്രോത്സാഹിപ്പിക്കുക. എന്താണ്? FDI പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് നിക്ഷേപമോചനത്തിൽ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസിയുടെ ലക്ഷ്യങ്ങൾ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് മെച്ചപ്പെടുത്തുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുക. വിപണികളിൽ നിന്നും ധനവിഭവങ്ങൾ ശേഖരിക്കാൻ കമ്പനികൾക്കുള്ള ശേഷി വർദ്ധിപ്പിക്കുക. ഗവൺമെന്റിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. FDI പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ഇനി ഈ നൂതന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമി പദവി നൽകിക്കൊണ്ട് നവരത്നാസ്, മിനി രത്നാസ് എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നൂതന സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ലാഭകരമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓട്ടോണോമി പദവി നൽകിക്കൊണ്ട് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, നവരത്നാസും മിനി രത്നാസും. ഉദാഹരണമാണ് IOC, HDCL, BPCL, ONGC, സെയിൽ മുതലായവ നവരത്നങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് എന്നതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് സ്വകാര്യവൽക്കരണം. അടുത്തത് ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ലോകത്തെ മൊത്തത്തിൽ ഒരു കുടക്കീഴിലാക്കുക, അല്ലെ? ഇപ്പൊ ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം. ലോകത്തിലെ രാജ്യങ്ങളുടെ ഏകീകരണമാണ് ആഗോളവൽക്കരണം. ലോകത്തെ മൊത്തത്തിൽ ഒരു കുടക്കീഴിലാക്കുക എന്നുള്ളതാണ് ആഗോളവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ എന്ത് ചെയ്യുക? ലോകത്തിന്റെ സമ്പദ്ഘടനയുമായിട്ട് സമന്വയിപ്പിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സിംഗ് അഥവാ പുറം വാങ്ങൽ അഥവാ പുറം കരാർ നൽകൽ എന്ന് പറയുന്നത്. അപ്പൊ അതിലോട്ട് വരാം. അതിനു മുന്നേ ആഗോളവൽക്കരണം എന്നാൽ അർത്ഥമാക്കുന്നത് എന്താണ്? രാജ്യങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധം, അല്ലെങ്കിൽ സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, വിജ്ഞാനം, ജനങ്ങൾ എന്നിവ ദേശീയ അതിർത്തിക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി ഒഴുകൽ. ട്രാൻസ്പോർട്ട്, അതായത് കമ്മ്യൂണിക്കേഷൻ ചെലവുകൾ കുറയുന്നതിലൂടെയുള്ള കമ്പോള വികസനം. അതാണ് ആഗോളവൽക്കരണം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം വാങ്ങൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമുള്ള സോഴ്സ് അതിനെ കണ്ടുപിടിക്കുക. അതാണ് ഈ ഔട്ട്സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഗോയിങ് ഔട്ട് ടു ഫൈൻഡ് ദി സോഴ്സ് ഓഫ് വാട്ട് ഈസ് നീഡഡ്, അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഒരു ഫാക്ടറി ആകുമ്പോൾ പല 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 ജോലികൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടുത്തെ ചില ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക, അതിനെയാണ് ഈ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പുറം രാജ്യങ്ങളിലെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഇന്ത്യ ഒരുപാട് ഔട്ട്സോഴ്സ് ചെയ്യും. അതായത് ഇന്ത്യയിലെ ചില കമ്പനികളെ ഏൽപ്പിക്കും. ഇപ്പൊ അൺഎംപ്ലോയീസ് ഒക്കെ ഒരുപാടുള്ള രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. തൊഴിലില്ലാത്ത ഒരുപാട് ആളുകളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ തൊഴിലില്ല എന്ന് കരുതി അവർക്ക് ടാലന്റ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നല്ല ടാലന്റും ഒരുപാട് സ്കില്ലും ഉള്ള കുറേ വ്യക്തികളുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അല്ലെ? അപ്പൊ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റ് സ്ഥാപനങ്ങൾ, പുറം രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്നും ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ജോലി ചെയ്യിപ്പിക്കുന്നു, അവരുടെ സ്കില്ലും ഇതൊക്കെ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ പുറം വാങ്ങൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം.
ആഗോളവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫലമായിരുന്നു പുറം വാങ്ങൽ. പുറം വാങ്ങൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ നിന്ന് സ്വീകരിക്കുക എന്നതാണ് അർത്ഥം. പുറം വാങ്ങൽ പ്രകാരം പതിവ് സേവനങ്ങൾക്കുള്ള നിയമനം ഒരു കമ്പനി ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നും നടത്തുന്നു. വികസിത രാജ്യങ്ങൾ അവർക്ക് ആവശ്യമായ പലതരം സേവനങ്ങൾക്കും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണമായിട്ട് അക്കൗണ്ടിംഗ്, ലീഗൽ സർവീസസ്, എഡിറ്റിംഗ്, ആനിമേഷൻ തുടങ്ങിയ ഇൻഫർമേഷൻ ടെക്നോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള സേവനങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇന്ത്യ പുറം വാങ്ങലിലുള്ള പ്രധാന ലക്ഷ്യസ്ഥാനമായിട്ട് വളർന്നു. അതെന്തുകൊണ്ടാണ്? ഇവിടെ ഇന്ത്യയിൽ കുറഞ്ഞ കൂലി നിരക്കിൽ തൊഴിലാളികളുടെ ലഭ്യതയുണ്ട്, നല്ല നൈപുണ്യമുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉണ്ട്, അല്ലെ, ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം. ഇതെല്ലാം കാരണമാണ് ഇന്ത്യ പുറം വാങ്ങലിനുള്ള ഔട്ട്സോഴ്സിങ്ങിനുള്ള ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായിട്ട് വളർന്നിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള നല്ല കഴിവുള്ള സ്കില്ലുള്ള നല്ല ടാലന്റ് ഉള്ള ആളുകളെ പുറം രാജ്യങ്ങളിലുള്ളവർ അവരുടെ IT മേഖലയിലൊക്കെ ജോലി ചെയ്യിക്കാനായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു തുച്ഛമായ കൂലി നിരക്കിൽ. ഓക്കെ, അപ്പൊ അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാം. ഓക്കെ ആണല്ലോ. ഇനി WTO ലോക വ്യാപാര സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. WTO സ്ഥാപിക്കപ്പെട്ടത് 1995 വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1948 രൂപം കൊണ്ട ഗാട്ട്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. 1948 രൂപം കൊണ്ട ഗാട്ട് എന്ന് പറയുമ്പോൾ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ്സ് ആൻഡ് ട്രേഡ്. ഈ സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് WTO നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. WTOയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക, വ്യാപാര രംഗത്തുള്ള താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക മുതലായവയാണ് WTOയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അന്താരാഷ്ട്ര വിപണിയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക, വ്യാപാര രംഗത്തുള്ള താരിഫ് ഇതര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, ബഹുമുഖ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള സേവനങ്ങൾ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തുക. ഇനി സാമ്പത്തിക നയ പരിഷ്കരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് പറയുന്നത്. നേട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് GDP വർദ്ധിച്ചു. അതായത് GDPയുടെ വളർച്ചാ നിരക്ക് 1980 5.79% ആയിരുന്നത് 2016 ആയപ്പോഴേക്കും എത്രയായി? 7.6% വർദ്ധിച്ചു. അപ്പൊ GDP വർദ്ധിച്ചു. രണ്ടാമത് വിദേശ നിക്ഷേപം വർദ്ധിച്ചു. അതായത് 1991 $103 ദശലക്ഷം ആയിരുന്ന വിദേശ നിക്ഷേപം 2005-2006 ആയപ്പോഴത്തേക്കും എത്രയായി? 20,243 ദശലക്ഷം ആയിട്ട് വർദ്ധിച്ചു. അടുത്തത് വിദേശ നാണ്യശേഖരം വർദ്ധിച്ചു, കയറ്റുമതി വർദ്ധിച്ചു. ദാരിദ്ര്യ നിരക്ക് 2012 ആയപ്പോൾ 22% കുറഞ്ഞു. ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു, ബാക്കിയെല്ലാം വർദ്ധിച്ചു. കയറ്റുമതി, വിദേശ നാണ്യശേഖരം, വിദേശ നിക്ഷേപം, GDP ഇതെല്ലാം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇതാണ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ നേട്ടങ്ങൾ. ഇനി ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. അതാണ് ഒന്നാമത്തെ ദോഷം. അതായത് പരിഷ്കരണ നടപടികൾ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് കാർഷിക മേഖലയാണ്. വെറും 3% വളർച്ചാ നിരക്ക് മാത്രമാണ് കൃഷിയിൽ ഉണ്ടായത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കൃഷിയിൽ വളർച്ചാ നിരക്ക് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് കാർഷിക സബ്സിഡികൾ കുറവ് വരുത്തിയത്, കാർഷിക ഉൽപാദന ചെലവിലുള്ള വർധനവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, സർക്കാർ നിക്ഷേപത്തിന്റെ കുറവ്. ഇതൊക്കെയാണ് കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്കിന് കുറവുണ്ടാവാൻ കാരണം. കാർഷിക സബ്സിഡികൾ കുറവ് വരുത്തിയത്, കാർഷിക ഉൽപാദന ചെലവിലുള്ള വർധനവ്, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ്, സർക്കാർ നിക്ഷേപത്തിന്റെ കുറവ്. അതുപോലെ ഭക്ഷ്യവിളകളേക്കാൾ നാണ്യവിളകൾ കൂടുതൽ കയറ്റുമതി ചെയ്തു. ഇത് ഭക്ഷ്യ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇനി വ്യാവസായിക മേഖലയെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിച്ചത്? ഇതിനുള്ള കാരണങ്ങളാണ് വില കുറഞ്ഞ ഇറക്കുമതി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപത്തിന്റെ കുറവ്. ഓക്കെ, വില കുറഞ്ഞ ഇറക്കുമതി, ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവം, വിദേശ ഉൽപ്പന്നങ്ങളുടെ മത്സരം, അടിസ്ഥാന സൗകര്യ മേഖലയിലെ നിക്ഷേപത്തിന്റെ കുറവ്. അടുത്ത ദോഷമാണ് തൊഴിലവസരങ്ങൾ വേണ്ടത്ര വർദ്ധിച്ചില്ല. അതായത് പരിഷ്കരണ കാലഘട്ടത്തിൽ GDP വർദ്ധിച്ചു എന്ന് പറഞ്ഞു, എന്നാൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചില്ല. ഈ അവസ്ഥയെ തൊഴിൽ രഹിത വളർച്ച എന്നാണ് വിമർശകർ സൂചിപ്പിക്കുന്നത്. അടുത്തത് നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ പോരായ്മകൾ എന്ന് പറയുന്നത്, നിക്ഷേപം പിൻവലിക്കൽ നയത്തിന്റെ ഭാഗമായി പലപ്പോഴും വളരെ ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വളരെ വില കുറച്ചാണ് വിറ്റഴിച്ചത്. ഈ നയം നമ്മുടെ രാജ്യത്തെ വലിയ അഴിമതിക്ക് കാരണമായി. അടുത്തത് ധനനയത്തിന്റെ പോരായ്മകളാണ്. നികുതി പരിഷ്കരണം കൊണ്ട് സർക്കാരിന് വേണ്ടത്ര വരുമാനം എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞില്ല.
അടുത്തത് സാമൂഹ്യനീതിയുടെയും ക്ഷേമത്തിന്റെയും കുറവ്. അതായത് പരിഷ്കരണ നടപടികൾ രാജ്യത്തിന്റെ നീതിയും ക്ഷേമവും കുറയ്ക്കുന്നതിന് കാരണമായി. സ്വത്തിലും വരുമാനത്തിലുമുള്ള അസമത്വം വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് +1 എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഇന്ന് ബജറ്റിനെ കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പൊതുവായിട്ട് ബജറ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്താണ്, അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഒരു ബജറ്റ് എന്ന് പറയുന്നത്? ബജറ്റ് എന്നാൽ പൊതുവെ പറയുമ്പോൾ വരവ് ചെലവ് കണക്കുകളുടെ ഒരു രേഖയാണ് അല്ലേ. ഒരു രാഷ്ട്രത്തിൻ്റെ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയ ധനകാര്യ രേഖയാണ് പൊതുവെ നമ്മൾ ബജറ്റായിട്ട് പറയുന്നത്. നിശ്ചിത കാലയളവിൽ തിരികെ ലഭിക്കേണ്ടതും അതുപോലെ ചെലവഴിക്കേണ്ടതുമായിട്ടുള്ള ആകെ തുകയുടെ ഒരു രേഖയാണ് ബജറ്റായിട്ട് പറയുന്നത്. അത് കണക്കാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലാണ്. അപ്പോൾ എന്താണ് സാമ്പത്തിക വർഷം? ഇന്ത്യയിൽ നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പൊതുവെ കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഈ ഒരു ബജറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? വരവ് ചെലവ് കണക്കിൻ്റെ ഒരു രേഖ തയ്യാറാക്കുക, എത്ര രൂപ ചെലവാക്കണം, എത്ര രൂപ സമാഹരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നയങ്ങൾ തയ്യാറാക്കുക, അതുപോലെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ബജറ്റിൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത്. വരവ് ചെലവ് കണക്കുകൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയണം, അത് എങ്ങനെയൊക്കെ ചെലവാക്കണം, എങ്ങനെയൊക്കെ സേവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിയണം, അതിലൂടെ എങ്ങനെയാണ് ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ പറ്റുക എന്നും അറിയണം. ഇതൊക്കെയാണ് ബജറ്റിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ബജറ്റ് എന്നൊരു വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ് അറിയേണ്ടത്. ബോഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ബജറ്റ് എന്നൊരു വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഒരു ബോഗറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെറിയ തുകൽ സഞ്ചി എന്നാണ്. പണ്ട് ചെറിയ തുകൽ സഞ്ചിയിലാണ് നമ്മൾ ബജറ്റ് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ ഒരു പേരുണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ബോഗറ്റ് എന്നൊരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്നൊരു പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ടോ? അങ്ങനെ ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് പകരമായിട്ട് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 112 ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ആരുടെ പേരിലാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്? രാഷ്ട്രപതിയുടെ പേരിൽ. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിലും രാഷ്ട്രപതിയുടെ പേരിലാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് ആ ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ബജറ്റിൻ്റെ പിതാവ്, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. PC മെഹ്ലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബജറ്റിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. 1860 കാനിങ് പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ജെയിംസ് വിൽസൺ. ജെയിംസ് വിൽസൺ ആണ് 1860 ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി, കാനിങ് പ്രഭുവിൻ്റെ കാലത്ത്. ഈ ഒരു ജെയിംസ് വിൽസനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യാന്തര പ്രസിദ്ധീകരണമായിട്ടുള്ള ദി എക്കണോമിസ്റ്റിൻ്റെയും അതുപോലെ ചാർട്ടേഡ് ബാങ്കിൻ്റെയും സ്ഥാപകനാണ് ജെയിംസ് വിൽസൺ. ദ എക്കണോമിസ്റ്റിൻ്റെയും ചാർട്ടേഡ് ബാങ്കിൻ്റെയും സ്ഥാപകനാണ് ജെയിംസ് വിൽസൺ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ രേഖയാണ് ബജറ്റ്. ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്ന് പരാമർശിക്കപ്പെടുന്നത് ബജറ്റിനെയാണ്. അതായത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ബജറ്റിനെ പരാമർശിച്ചിട്ടുള്ളത്. ഇതെവിടെയാണ് പരാമർശിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 112 വകുപ്പാണ്. 112 വകുപ്പാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇനി ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് ആരാണ്?
PC മെഹ്ലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ക്യാനിങ് പ്രഭു ആണ്. 1860 ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ക്യാനിങ് പ്രഭു ആണ്. ആ ഒരു ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. R.K. ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മി ബജറ്റ് അവതരിപ്പിച്ചതും R.K. ഷൺമുഖം ചെട്ടി തന്നെയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചതും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മി ബജറ്റ് അവതരിപ്പിച്ചതും R.K. ഷൺമുഖം ചെട്ടി തന്നെയാണ്. ഇനി റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. അതായത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. ഈ ഒരു ജോൺ മത്തായിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയും ജോൺ മത്തായി ആണ്. അതുപോലെ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ആദ്യത്തെ മലയാളിയും ജോൺ മത്തായി ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മിച്ച ബജറ്റ് അവതരിപ്പിച്ചതും ഈ ജോൺ മത്തായി തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ആദ്യ മലയാളിയാണ് ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ചതും ജോൺ മത്തായി ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയും ജോൺ മത്തായി ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മി ബജറ്റ് അവതരിപ്പിച്ചത് R. ഷൺമുഖം ചെട്ടിയാണെന്നും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണെന്നും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബജറ്റുകളുടെ പേരിങ്ങനെ വന്നിട്ടുള്ളത്? 3 തരം ബജറ്റുകളാണ് നമുക്കുള്ളത്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്, ബാലൻസ്ഡ്, സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ബജറ്റ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാവുമ്പോഴാണ് കമ്മി ബജറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ വരുമാനം ചെലവുകളേക്കാൾ കൂടുതലാവുമ്പോഴാണ് ബജറ്റ് മിച്ച ബജറ്റായിട്ട് മാറുന്നത്. വരുമാനവും ചെലവും തുല്യമാകുമ്പോൾ അതെന്താവും? സന്തുലിത ബജറ്റാവും. സന്തുലിതം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ വരുമാനവും ചെലവും ഒരുപോലെ ആവും, തുല്യമായിട്ട് വരും. എന്നാൽ കമ്മി എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ, കുറവാണ്. പൊതു ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാവുമ്പോഴാണ് കമ്മി ബജറ്റ് ഉണ്ടാവുന്നത്. മിച്ച ബജറ്റ് എന്താണ്? എന്തെങ്കിലും മിച്ചം വേണ്ടേ? അപ്പോൾ വരുമാനം ചെലവുകളേക്കാൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് ബജറ്റ് മിച്ച ബജറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കമ്മി ബജറ്റ് അവതരിപ്പിച്ചതും R.K. ഷൺമുഖം ചെട്ടിയാണ്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയാണ് ജോൺ മത്തായി. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് ജോൺ മത്തായി. പിന്നെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും ജോൺ മത്തായി ആണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ചതും ജോൺ മത്തായി ആണ്. അപ്പം 3 തരം ബജറ്റുകൾ നമ്മൾ പറഞ്ഞു. സന്തുലിത, മിച്ച, കമ്മി ബജറ്റുകൾ. പൊതു ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാവുമ്പോൾ ബജറ്റ് കമ്മി ബജറ്റാവുന്നു. വരുമാനം ചെലവുകളേക്കാൾ കൂടുതലാവുമ്പോൾ ബജറ്റ് മിച്ച ബജറ്റാവുന്നു. വരുമാനവും ചെലവുകളും തുല്യമാവുമ്പോൾ അത് സന്തുലിത ബജറ്റാവുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് റെയിൽവേ ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാം. 1920-21 കാലഘട്ടത്തിൽ അക്വർത്ത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്ന് റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്. 1920-21 കാലഘട്ടത്തിൽ അക്വർത്ത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്. അപ്പോൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്? അക്വർത്ത് കമ്മീഷനാണ്. അക്വർത്ത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്. ഇനി അത് ഏത് വർഷമാണ്? 1924 ജനറൽ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ച വർഷം 1924. അങ്ങനെയാണെങ്കിൽ റെയിൽവേ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത് എന്നാണ്?
അതേ വർഷം തന്നെയാണ് കേട്ടോ, 1924 തന്നെയാണ്. 1924 റെയിൽവേ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത്. ജനറൽ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ചത് 1924 റെയിൽവേ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയതും 1924 തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു ജനറൽ ബഡ്ജറ്റിനെ റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ചു 1924 പക്ഷേ പിന്നീട് അതിനെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബിബേക് ദിബ്രോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ഒരു ആലോചനയുണ്ടായി. അതിനെ തുടർന്ന് റെയിൽവേ ബഡ്ജറ്റ് പൊതു ബജറ്റുമായിട്ട് 2017 ലയിപ്പിച്ചു. അപ്പോൾ ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ നൽകിയ കമ്മിറ്റി ബിബേക് ദെബ്രോയ് കമ്മിറ്റിയാണ്. ബിബേക് ദെബ്രോയ് കമ്മിറ്റിയാണ് ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ നൽകിയ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അതിനുശേഷം റെയിൽവേ ബഡ്ജറ്റ് പൊതു ബജറ്റിൻ്റെ ഭാഗമായി മാറിയത് 2017. അപ്പം അങ്ങനെയാണെങ്കിൽ 2016 അവസാന റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി ആരാണ്? സുരേഷ് പ്രഭു ആണ് കേട്ടോ. അവസാന റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച മന്ത്രി സുരേഷ് പ്രഭു ആണ്. റെയിൽവേ ബജറ്റ് പൊതു ബജറ്റിൻ്റെ ഭാഗമായി മാറിയത് 2017. ഇനി ലയനത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ് കേട്ടോ. അരുൺ ജെയ്റ്റ്ലിയാണ് ലയനത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രിയായ മലയാളിയും ആരാണ്? ജോൺ മത്തായി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയും ജോൺ മത്തായി ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി. ഇനി ഇന്ത്യയിൽ റെയിൽവേ മന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കേട്ടോ. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയിൽ റെയിൽവേ മന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. ഇനി റെയിൽവേ മന്ത്രിയായ ആദ്യ വനിത ആരാണ്? മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയാണ് റെയിൽവേ മന്ത്രിയായ ആദ്യ വനിത. അപ്പോൾ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അക്വർത്ത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്. ജനറൽ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ച വർഷം 1924. അവസാന റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു ആണ്. റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റിൻ്റെ ഭാഗമായി മാറിയത് 2017. ലയനത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ നൽകിയ കമ്മിറ്റി ബിബേക് ദിബ്രോയ് കമ്മിറ്റിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ആരാണ്? ജോൺ മത്തായി ആണ്. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഇന്ത്യയിൽ റെയിൽവേ മന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്, അപ്പോൾ ഇതൊന്നും മിസ്സാവരുത്. ഇനി റെയിൽവേ മന്ത്രിയായ ആദ്യ വനിത മമതാ ബാനർജിയും നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമാണ്. ഓക്കെ, ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങൾ കൂടി നമുക്കിനി പഠിക്കാം. ലോക്സഭ രൂപീകരണത്തിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും CD ദേശ്മുഖ് തന്നെയാണ്. CD ദേശ്മുഖുമായി 2 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു. ലോക്സഭ രൂപീകരണത്തിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും CD ദേശ്മുഖ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇടക്കാല ബജറ്റ് എന്നൊരാശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് R.K. ഷൺമുഖം ചെട്ടിയാണ് കേട്ടോ. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. R.K. ഷൺമുഖം ചെട്ടി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ, എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? R.K. ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. ഇടക്കാല ബജറ്റ് എന്നൊരാശയം മുന്നോട്ട് വെച്ചതും R.K. ഷൺമുഖം ചെട്ടി തന്നെയാണ്. ഓക്കെ,
ഇനി ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത. അപ്പോൾ രണ്ടാമത്തെ വനിത ആരാണ്? ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനാണ് ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത. നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയും നിർമ്മല സീതാരാമനാണ്. അതുപോലെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയും നിർമ്മല സീതാരാമനാണ്. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു, അതുപോലെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചു, അതായത് കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചു. അവരന്ന് ടാബ്ലറ്റ് നോക്കിയാണ് ബജറ്റ് വായിച്ചത്. അപ്പോൾ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചതും അതുപോലെ സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതുമായ ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് മൊറാർജി ദേശായി. അദ്ദേഹം 10 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായിയാണ്. 10 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു? ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും CD ദേശ്മുഖാണ്. ഇടക്കാല ബജറ്റ് എന്നൊരാശയം മുന്നോട്ട് വെച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയും രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനുമാണ്. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമൻ. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. അതുപോലെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായിയാണ്. എത്ര തവണയാണ്? 10 തവണ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായിയാണ്. ഇനി കേരള ബജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യത്തെ ധനകാര്യമന്ത്രിയായ C അച്യുതമേനോനാണ്. C അച്യുതമേനോനാണ് കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് KM മാണിയാണ്. 13 തവണ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി KM മാണിയാണ്. 13 തവണ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തി ഡോക്ടർ തോമസ് ഐസക്കാണ്. 3 മണിക്കൂറും 18 മിനിറ്റുമാണ് അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം നീണ്ടു നിന്നത് കേട്ടോ. കേരളത്തിൽ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തി എന്നറിയപ്പെടുന്നത് ഡോക്ടർ തോമസ് ഐസക്കാണ്. 3 മണിക്കൂറും 18 മിനിറ്റും. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് C അച്യുതമേനോനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി KM മാണിയാണ്. 13 തവണ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തി ഡോക്ടർ തോമസ് ഐസക്കാണ്. 3 മണിക്കൂറും 18 മിനിറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ബജറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. പ്രധാനപ്പെട്ട ബജറ്റിൻ്റെ പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ബജറ്റ്, അതുപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോ അവയുടെ ഉത്തരങ്ങളോ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ബജറ്റിൻ്റെ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് ബജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് ബജറ്റിനെ വേർതിരിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ട് പോലെ. ഗവൺമെൻറ് ബജറ്റ് പൊതുവെ 2ആയിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നും. അതിനെ തുടർന്നാണ് മറ്റു പല വിഭാഗങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇവയുടെ വിശദാംശങ്ങളാണ് ഇനി മുന്നോട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ബജറ്റിനെ റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നുമായിട്ട് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഗവൺമെൻറ് ബജറ്റിനെ റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നുമായിട്ട് 2 ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റവന്യൂ ബജറ്റ്? റവന്യൂ ബജറ്റ് എന്നാൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾക്കൊള്ളുന്നതാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. എന്താണ്? റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾക്കൊള്ളുന്നതാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. അപ്പോൾ എന്തായിരിക്കും മൂലധന ബജറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റ്? മൂലധന വരുമാനവും മൂലധന ചെലവും അടങ്ങുന്നതാണ് മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
ഗവൺമെൻറ് ബജറ്റ് റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം റവന്യൂ വരുമാനങ്ങളും റവന്യൂ ചെലവുകളും ചേർന്നതാണ് റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞു. അതായത് റവന്യൂ ബജറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നു, റവന്യൂ വരുമാനങ്ങളെന്നും റവന്യൂ ചെലവുകളെന്നും. അതുപോലെ മൂലധന ബജറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, മൂലധന വരുമാനങ്ങളെന്നും മൂലധന ചെലവുകളെന്നും. ഓക്കെ, ഇതിൽ വരുമാനങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. റവന്യൂ വരുമാനങ്ങളും മൂലധന വരുമാനങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗവൺമെൻറ്റിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ പൊതുവായിട്ട് തിരിക്കുന്നത് ഈ രണ്ട് വരുമാന മാർഗങ്ങളായിട്ടാണ്, റവന്യൂ വരുമാനവും അതുപോലെ മൂലധന വരുമാനവും. അപ്പോൾ അതിൽ ഒന്നാമത്തേത് റവന്യൂ വരുമാനങ്ങൾ അല്ലെങ്കിൽ റവന്യൂ റെസീപ്റ്റ്സ്. എന്താണത്? ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരുമാനങ്ങളാണ് റവന്യൂ വരുമാനങ്ങൾ. റവന്യൂ വരുമാനത്തെ നമ്മൾ പൊതുവായിട്ട് രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്, നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും. ഓക്കെ, അപ്പോൾ എന്താണ് റവന്യൂ വരുമാനങ്ങൾ? റവന്യൂ വരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കാത്ത വരുമാനങ്ങളാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ആസ്തികളൊന്നും തന്നെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നില്ല. റവന്യൂ വരുമാനങ്ങൾ ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരുമാനങ്ങളാണ് റവന്യൂ വരുമാനങ്ങൾ. അതിനെ തുടർന്ന് ഈ റവന്യൂ വരുമാനങ്ങൾ രണ്ടായിട്ട് ഭാഗിക്കുന്നു, നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും. ഈ ഒരു നികുതിയേതര വരുമാനങ്ങൾ നമുക്ക് പറയാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് മൂലധന വരുമാനങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കൂടെ നോക്കാം. എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്? ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് മൂലധന വരുമാനങ്ങൾ. ഗവൺമെൻറ്റിൻ്റെ ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് മൂലധന വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുകയും അതുപോലെ ആസ്തി കുറയുന്നതുമായ വരുമാനങ്ങളെയാണ് മൂലധന വരുമാനങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന ഉറവിടം എന്താണ്? വായ്പ എടുക്കലാണ്. ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഉറവിടം എന്ന് പറയുന്നത് വായ്പകളാണ്. ഈ വായ്പകൾ നമ്മൾ പലിശ സഹിതം തിരിച്ചടക്കേണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂലധന വരുമാനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുന്നതും അതുപോലെ ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് എന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് മൂലധന വരുമാനങ്ങൾ. അപ്പോൾ നമ്മൾ റവന്യൂ വരുമാനങ്ങളും മൂലധന വരുമാനങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് റവന്യൂ വരുമാനത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള നികുതി വരുമാനവും നികുതിയേതര വരുമാനവും നോക്കാം. നികുതി വരുമാനം അതായത് ടാക്സ് റവന്യൂ. പേര് പോലെ തന്നെ നികുതികളിൽ നിന്നുള്ള വരുമാനമാണ് നികുതി വരുമാനം. പൊതുവായിട്ട് നമ്മൾ ഈ നികുതികളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. പ്രത്യക്ഷ നികുതികൾ, ഡയറക്റ്റ് ടാക്സസ്. എന്താണ് ഡയറക്റ്റ് ടാക്സസ്? ആദായ നികുതി, അതായത് വ്യക്തികളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് ആദായ നികുതി. അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. ഇത്തരത്തിലുള്ള നികുതിയെയാണ് നമ്മൾ പൊതുവായിട്ട് പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുന്നത്. എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതികളാണ് പ്രത്യക്ഷ നികുതികൾ. ഓക്കെ, അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും സാമൂഹ്യനീതി കൈവരിക്കുന്നതിനുമുള്ള ഒരു പ്രധാനപ്പെട്ട ധനനയമായിട്ടാണ് പ്രത്യക്ഷ നികുതിയെ കാണുന്നത്. നമ്മൾ പറഞ്ഞു വ്യക്തിഗത നികുതിയും അതുപോലെ കോർപ്പറേറ്റ് നികുതിയും ഉണ്ട്. അപ്പോൾ ഇതിൽ വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് പ്രോഗ്രസീവാണ്, വർദ്ധമാനമാണ്. അതായത് വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതി നിരക്കും ഉയരുന്നതാണ് വ്യക്തിഗത ആദായ നികുതി. എന്നാൽ കോർപ്പറേറ്റ് നികുതി വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് നികുതി ആനുപാതികമാണ്. അതായത് കോർപ്പറേറ്റ് ലാഭത്തിൻ്റെ ഒരു നിശ്ചിത അനുപാതം മാത്രമാണ് ഗവൺമെൻറ്റിന് നികുതിയായിട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതികളാണ്. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും സാമൂഹ്യനീതി കൈവരിക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ധനനയമായിട്ടാണ് പ്രത്യക്ഷ നികുതിയെ കണക്കാക്കുന്നത്. വ്യക്തിഗത നികുതി എന്ന് പറയുന്നത് പ്രോഗ്രസീവാണ്. കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് ആനുപാതികമാണ്. ഓക്കെ, ഇനി പരോക്ഷ നികുതികൾ, ഇൻഡയറക്റ്റ് ടാക്സസ്. GST, ചരക്ക് സേവന നികുതി, അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി തുടങ്ങിയവയാണ് നമ്മൾ പൊതുവെ പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. സാധന സേവനങ്ങൾക്കുമേൽ ചുമത്തുന്ന നികുതികളാണ്
പരോക്ഷ നികുതികൾ. പൊതുവെ പറയുകയാണെങ്കിൽ സാധന സേവനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതികളെയാണ് പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. ചരക്കു സേവന നികുതി പോലുള്ള പരോക്ഷ നികുതികൾ പൊതുവെ ആനുപാതിക നികുതികളാണ്. പിന്നെ അവശ്യ വസ്തുക്കളെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉയർന്ന നികുതി ചുമത്തുന്നവയുമാണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. അവശ്യ വസ്തുക്കളെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന നികുതി ചുമത്തപ്പെടുന്നവയുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യക്ഷ പരോക്ഷ നികുതികൾ എന്ന് മനസ്സിലായല്ലോ. അതോടുകൂടി നികുതി വരുമാനം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അടുത്തത് നികുതിയേതര വരുമാനമാണ്, നോൺ ടാക്സ് റവന്യൂ. പേര് പോലെ തന്നെ നികുതികൾക്ക് പുറമേയുള്ള സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതിയേതര വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അതായത് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് നികുതികൾക്ക് പുറമേയുള്ള സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങളല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പെടുന്നത്? നികുതിയേതര വരുമാനത്തിൽ എന്തൊക്കെ പെടും? ഗവൺമെന്റിന് ലഭിക്കുന്ന പലിശ, ലാഭവിഹിതം, ഫീസായിട്ട് ലഭിക്കുന്ന തുക, പിഴയായിട്ട് ലഭിക്കുന്ന തുക, ഇവയൊക്കെ നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ വായ്പ നൽകുന്നുണ്ടല്ലോ. ഈ വായ്പകൾക്ക് ലഭിക്കുന്ന പലിശ ഗവൺമെൻറ്റിൻ്റെ നികുതിയേതര വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതവും നികുതിയേതര വരുമാനത്തിൽ തന്നെയാണ് പെടുന്നത്. അതുകൂടാതെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസ്, അതുപോലെ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള ഗ്രാൻഡ്, ഇതൊക്കെ നികുതിയേതര വരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നികുതിയേതര വരുമാനം? നികുതിക്ക് പുറമെയുള്ള സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതിയേതര വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന പലിശ, ലാഭവിഹിതം, ഫീസ്, പിഴ തുടങ്ങിയവയൊക്കെ നികുതിയേതര വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? റവന്യൂ ബജറ്റെന്നും മൂലധന ബജറ്റെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ റവന്യൂ ബജറ്റിൻ്റെ റവന്യൂ വരുമാനത്തെക്കുറിച്ചും മൂലധന വരുമാനത്തെക്കുറിച്ചും പറഞ്ഞു. റവന്യൂ വരുമാനത്തിൽ വരുന്ന നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്നിവയെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെലവുകളെ കുറിച്ച് പഠിക്കാം. ചെലവുകൾ റവന്യൂ ചെലവുകളും മൂലധന ചെലവുകളാണ് ഉള്ളത്. അവയുടെ വിശദാംശങ്ങൾ നമുക്ക് ഇനി നോക്കാം. ബജറ്റിൻ്റെ ചെലവുകളുടെ വർഗീകരണം നമ്മൾ പൊതുവെ പറയുമ്പോൾ രണ്ടായിട്ടാണ് ചെലവുകൾ വരുന്നത് നമ്മൾ പറഞ്ഞു. റവന്യൂ ചെലവുകളെന്നും അതുപോലെ മൂലധന ചെലവുകളെന്നും. അപ്പോൾ എന്താണ് റവന്യൂ ചെലവുകൾ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ആസ്തികൾ ഉണ്ടാക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യാത്ത ചെലവുകളെയാണ് റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. ആസ്തികൾ ഉണ്ടാക്കുന്നില്ല, അതുപോലെ ബാധ്യതകളൊന്നും കുറയ്ക്കുന്നുമില്ല. അത്തരത്തിലുള്ള ചെലവുകളെയാണ് റവന്യൂ ചെലവുകൾ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പതിവ് ക്രമത്തിൽ വരുന്ന ചെലവുകളായിരിക്കില്ലേ റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് ഗവൺമെൻറ് ജോലിക്കാർക്കുള്ള ശമ്പളം, പെൻഷൻ, വായ്പയ്ക്കുള്ള പലിശ അടവ്, ഇവയൊക്കെ നമുക്ക് റവന്യൂ ചെലവുകളുടെ ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവയൊക്കെ ആസ്തി ഉണ്ടാക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് റവന്യൂ ചെലവുകളുടെ ഉദാഹരണം വരുന്നത്? പതിവ് ക്രമത്തിൽ വരുന്ന ചെലവുകളാണ് റവന്യൂ ചെലവുകൾ. ഉദാഹരണം ഗവൺമെൻറ് ജോലിക്കാർക്കുള്ള ശമ്പളം, പെൻഷൻ, വായ്പയ്ക്കുള്ള പലിശ അടവ് എന്നിവയൊക്കെയാണ് കേട്ടോ. അപ്പോൾ റവന്യൂ ചെലവുകൾ മനസ്സിലായല്ലോ. ഈ ഒരു റവന്യൂ ചെലവിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. പദ്ധതി റവന്യൂ ചെലവെന്നും അതുപോലെ പദ്ധതിയേതര റവന്യൂ ചെലവെന്നും. ഈ രണ്ട് വിഭാഗങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മൂലധന ചെലവുകൾ എന്താന്ന് നോക്കാം. മൂലധന ചെലവുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. മൂലധന ചെലവുകൾ പ്രത്യക്ഷ ഉൽപാദനക്ഷമതയുള്ള ചെലവുകളാണ് മൂലധന ചെലവുകൾ. അതായത് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളും മൂലധന ചെലവുകളാണ്. ഉദാഹരണമായിട്ട് റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വൈദ്യുത നിലയങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഭീമമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇത്തരം മൂലധന ചെലവുകൾ ഉൽപാദന വർധനവിനും അതുപോലെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകുന്നുണ്ട്. ഓക്കെ, ഇനി കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകുന്ന വായ്പകളില്ലേ, അതും മൂലധന ചെലവുകളായിട്ടാണ് കണക്കാക്കുന്നത്.
അതിന് കാരണം എന്ന് പറയുന്നത് ഈ വായ്പകളൊക്കെ തിരിച്ചടക്കേണ്ടവയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വായ്പകളും മൂലധന ചെലവുകളായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇനി ആദ്യകാലത്തിൽ ഈ മൂലധന ചെലവുകളെയും പദ്ധതി ചെലവുകളെന്നും പദ്ധതിയേതര ചെലവുകളെന്നും നമ്മൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു, റവന്യൂ ചെലവുകളിലെ പോലെ. പക്ഷേ എന്നാൽ ആസൂത്രണ പരിപാടി നിർത്തലാക്കിയതിന് ശേഷം ഈ ഒരു വർഗീകരണം ഇപ്പോൾ പ്രസക്തമല്ലാണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂലധന ചെലവുകൾക്ക് ഒരു പിന്നീട് തുടർച്ചയായിട്ടൊരു വർഗീകരണമൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ മൂലധന ചെലവുകൾ എന്താണ്? മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളും മൂലധന ചെലവുകളാണ്. ഓക്കെ, ഇനി നമുക്ക് റവന്യൂ ചെലവുകളിലേക്ക് തിരിച്ചു വരാം. റവന്യൂ ചെലവുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു, പദ്ധതി റവന്യൂ ചെലവുകളെന്നും പദ്ധതിയേതര റവന്യൂ ചെലവുകളെന്നും. അതിൽ നമുക്ക് പദ്ധതി റവന്യൂ ചെലവുകൾ എന്താണെന്ന് നോക്കാം. പദ്ധതി റവന്യൂ ചെലവുകൾ അല്ലെങ്കിൽ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള പദ്ധതിയിലെ പ്രൊജക്റ്റുകളും അതുപോലെ സ്കീമുകളും നടപ്പിലാക്കുന്നതിനായിട്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നിർദ്ദിഷ്ട ചെലവുകളെയാണ് പദ്ധതി റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. അടുത്ത വർഷത്തേക്കുള്ള പദ്ധതിയിലെ പ്രൊജക്റ്റുകളും സ്കീമുകളും നടപ്പിലാക്കുന്നതിനായിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ചെലവുകളെയാണ് പദ്ധതി റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. ഇതിൽ കേന്ദ്ര പദ്ധതികളും അതുപോലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതിക്കുള്ള ധനസഹായവും ഉൾപ്പെടുന്നുണ്ട്. ഇനി പദ്ധതിയേതര റവന്യൂ ചെലവുകൾ. അടുത്ത വർഷത്തെ പദ്ധതിയേതര പ്രവർത്തനങ്ങൾക്കായിട്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നിർദ്ദിഷ്ട ചെലവുകളെയാണ് പദ്ധതിയേതര റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. പദ്ധതി ചെലവുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് വരും വർഷങ്ങളിലേക്കുള്ള പദ്ധതിയേതര പ്രവർത്തനങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള ചെലവുകളെയാണ് പദ്ധതിയേതര ചെലവുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങളൊക്കെ ഈ ഒരു പദ്ധതിയേതര റവന്യൂ ചെലവിലാണ് ഉൾപ്പെടുന്നത്. അതായത് പലിശ അടവ്, ദേശസുരക്ഷാ സേവനങ്ങൾ, സബ്സിഡികൾ, ശമ്പളം, പെൻഷൻ മുതലായവയൊക്കെ ഈ ഒരു പദ്ധതിയേതര റവന്യൂ ചെലവിൻ്റെ ഉദാഹരണമാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സേവനങ്ങളൊക്കെ ചെലവുകളായിട്ട് കണക്കാക്കുന്നത് പദ്ധതിയേതര റവന്യൂ ചെലവുകളിലാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഭാഗം ഏതാണ്? മുൻകാല വായ്പകൾക്കുള്ള പലിശ അടവുകളാണ് ഇന്ത്യയിൽ റവന്യൂ ചെലവുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. മുൻകാല വായ്പകൾക്കുള്ള പലിശ അടവ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് എന്താണ് വരുന്നത്? രണ്ടാമതായിട്ട് പ്രതിരോധ മേഖലയാണ്. പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ്, ഡിഫൻസ് കേട്ടോ, രാജ്യരക്ഷാ ചെലവുകളാണിത്. പ്രതിരോധ ചെലവുകളാണ് റവന്യൂ ചെലവുകളിൽ രണ്ടാമതായിട്ട് വരുന്നത്. ഇനി സബ്സിഡികളും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ചെലവുകളിലെ പ്രമുഖ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് സൗജന്യമോ വില കുറഞ്ഞതോ ആയ ഭക്ഷ്യധാന്യങ്ങൾ, സൗജന്യ വിദ്യാഭ്യാസം, കർഷകർക്ക് സൗജന്യ വൈദ്യുതി, സൗജന്യമോ ചെലവ് കുറഞ്ഞതോ ആയിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വരുന്ന ചെലവുകളാണ് സബ്സിഡികൾ. ഇതൊക്കെ വരുന്നത് പദ്ധതിയേതര റവന്യൂ ചെലവുകളിലാണ് കേട്ടോ. ഇനി നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിക്കേ. നമ്മളത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ബജറ്റിനെ രണ്ടായിട്ട് ഭാഗിച്ചു. റവന്യൂ ബജറ്റെന്നും മൂലധന ബജറ്റെന്നും. മൂലധന ബജറ്റിനെ പിന്നീട് മൂലധന വരുമാനങ്ങളെന്നും മൂലധന ചെലവുകളെന്നും കണ്ടു. റവന്യൂ ബജറ്റിൽ റവന്യൂ വരുമാനങ്ങളെന്നും റവന്യൂ ചെലവുകളെന്നും കണ്ടു. റവന്യൂ വരുമാനത്തിൽ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും നമ്മൾ കണ്ടു. അതിനുശേഷം നികുതി വരുമാനത്തിൽ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും കണ്ടു. റവന്യൂ ചെലവുകളിൽ പദ്ധതി റവന്യൂ ചെലവുകളും പദ്ധതിയേതര റവന്യൂ ചെലവുകളും നമ്മൾ കണ്ടു. അതോടുകൂടി അവർ ഫ്ലോ ചാർട്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക? ഒരു ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ മുൻ വർഷത്തെ യഥാർത്ഥ കണക്കും അതുപോലെ ഈ വർഷത്തെ ബജറ്റും പുതിയ ഒരു കണക്കും ഇനി വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റും നമ്മൾ നോക്കും. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ബജറ്റിൽ പ്ലാൻ ഇട്ടിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ നടന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ മുൻ വർഷത്തെ യഥാർത്ഥ കണക്കിൽ നിന്നും അതുപോലെ ഈ വർഷം നമ്മളിപ്പോൾ ഇടുന്ന ബജറ്റും അതുപോലെ പുതുക്കിയിട്ടുള്ള കണക്കുകളും കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നമ്മൾ ഈ വർഷം പുതുക്കിയിട്ടുള്ള കണക്കുകളും
ഇനി വരാനിരിക്കുന്ന വർഷത്തേക്ക് എന്തായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ഇടുക എന്നുള്ള ബജറ്റ് എസ്റ്റിമേറ്റും ചേർത്താണ് ഒരു ബജറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ബജറ്റിന് 2 അക്കൗണ്ടുകൾ ഉണ്ട് എന്ന്, റവന്യൂ ബജറ്റും മൂലധന ബജറ്റും. ഇതിൽ നടത്തിപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് റവന്യൂ അക്കൗണ്ടാണ്, അല്ലെങ്കിൽ റവന്യൂ ബജറ്റാണ്. നടത്തിപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട ബജറ്റ് റവന്യൂ അക്കൗണ്ടാണ്. അതിൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെൻറ്റിൻ്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് എന്ന് പറയുന്നത് മൂലധന അക്കൗണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് എന്ന് പറയുന്നത് മൂലധന അക്കൗണ്ടാണ്, അല്ലെങ്കിൽ മൂലധന ബജറ്റാണ്. ഇതിൽ മൂലധന വരുമാനവും മൂലധന ചെലവും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനിയൊന്ന് പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ ബജറ്റിനെ 2 കാഴ്ചപ്പാടിൽ കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നാമത്തേത് അക്കൗണ്ടിങ് കാഴ്ചപ്പാടും രണ്ടാമത്തേത് സാമ്പത്തിക കാഴ്ചപ്പാടുമാണ്. ഇതിൽ അക്കൗണ്ടിങ്ങിൻ്റെ കാഴ്ചപ്പാടിൽ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകളുടെ ഒരു ധനകാര്യ പ്രസ്താവന. എന്നാൽ സാമ്പത്തിക കാഴ്ചപ്പാടിലോ സാമൂഹ്യ നീതി, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക സ്ഥിരത തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനനയ ഉപകരണമാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബജറ്റിനെ 2ആയിട്ട് കാണാൻ പറ്റും, അക്കൗണ്ടിങ് കാഴ്ചപ്പാടിലും അതുപോലെ സാമ്പത്തിക കാഴ്ചപ്പാടിലും. ഇതൊരു പൊതു അവലോകനമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് ബജറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വളരെ ലളിതമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം വളരെ കൃത്യമായി നോക്കി പഠിക്കുക.